ആ അതെ അതെ. അല്ല അത് പലതവണ പുള്ളിനോട് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ചെയ്യരുതെന്നും ഇങ്ങനെയൊക്കെ സംഭവിക്കും എന്നുള്ളത്. ഇത് ഇന്ന് മാത്രമല്ല പുള്ളി കുറേ നാളായിട്ട് ഇത് ചെയ്യുന്നതാണ്. അന്നൊന്നും സംഭവിച്ചിട്ടില്ല. ആ ഓരോരുത്തർ സമയം എപ്പോഴെന്ന് അറിയാൻ പറ്റില്ല. ഇപ്പം ഒരു കാര്യമില്ലാണ്ട് ക്രോസ് ചെയ്യാൻ നോക്കിയതാണ്. ക്രോസ് ചെയ്യാൻ ചാടി 4ാമത്തെ സ്റ്റെപ്പ് ചാടണ കൂട്ടത്തിൽ പുള്ളി സ്റ്റക്കായി പോയി. മസിൽ പിടിച്ചങ്ങട് ഇതായിട്ട് പുള്ളി അത്യാവശ്യം ജിമ്മും കാര്യങ്ങളൊക്കെ ആ ഒരു കണ്ടീഷനിലാണ്. അത് നേരെ വന്ന എന്തോ ലോറിയായിരുന്നു, ചീറി ഇങ്ങോട്ട് വന്നിട്ട് കയറി സംഭവം അങ്ങോട്ട് പോയി. ആള് തീർന്നു, സ്പോട്ടിൽ തന്നെ തീർന്നു. ഇനിയിപ്പോൾ എന്താ ചെയ്യണത്? ഇപ്പോൾ പുള്ളിക്ക് ഇപ്പോൾ ഒരുപാട് ബന്ധുക്കളൊക്കെ ഉണ്ട്. അവർ ഇടുക്കിയിലൊക്കെ ഉണ്ട്, കുളമാവിലുണ്ട്. അവിടെ കുളത്തിൻ്റെ അരികിൽ അപ്പുറത്തെ സൈഡിലൊക്കെ ഉള്ളവരൊക്കെ ബന്ധുക്കളാണ് അവരുടെ. പിന്നെ നമുക്ക് എന്ത് പറയാൻ പറ്റുമോ? ഇതൊന്നുമില്ല, ഓരോരുത്തരുടെ അവസ്ഥ അതാണ്. ഉള്ള സമയം ശരി. ഞാൻ എത്തിയേക്കാം അങ്ങോട്ട്. മറ്റവരെയൊക്കെ ഒന്ന് അറിയിച്ചേക്കാം, ബന്ധുക്കളെയൊക്കെ ഒന്ന് അറിയിച്ചേക്കാം അവിടെ. ശരി ശരി ശരി, ഞാൻ എത്തിയേക്കാം. ഓക്കെ. അതെ, ഒരു മരിപ്പുണ്ടായി. രാവിലെ വരുമ്പോഴും ഞാൻ കണ്ടിട്ട് പോകുന്നതാണ്. രാവിലെ വരുമ്പോ കുഴപ്പമില്ല, അവിടെ ഞാൻ നിക്കണ ആള്. ഇപ്പൊ അങ്ങനെയാണ് ഇന്നത്തെ ദിവസം. ഇപ്പൊ അമ്മാവൻ വേണേ പാട്ടൊക്കെ വേണ്ടെന്ന് വെച്ചിട്ട് അമ്മാവൻ വേണേ പോക്കോ. നമുക്ക് ഇതിപ്പോ ഇനിയിപ്പോ അങ്ങനെ ഒരാളുടെ ആവശ്യത്തിന് വേണ്ടി നമുക്ക് പോകേണ്ട ഒരു കാര്യം ഇല്ലല്ലോ. അല്ല, ഒരു തവള ചത്തതിനിപ്പോ ഞാൻ പാടാണ്ടിരിക്കേണ്ട എന്ത് കാര്യമാണല്ലോ? റോട്ടില് മസലും പിടിച്ചൊരു മാക്കാന്തവളുടെ മേത്ത് ലോറി കയറിപ്പോയതാണ്. ഫോണൊക്കെ ചെയ്തത് ആരോടാ പറയുന്നത്? അത് എന്റെ വീടിന്റെ അടുത്ത് ഈ മാക്കാന സ്ഥിരം കാണുന്ന ഒരുത്തനുണ്ട്, സജീവൻ. അത്യാവശ്യം തവളയൊക്കെ പിടിക്കുന്ന കൂട്ടത്തിലൊക്കെ ആയിരുന്നു. അപ്പൊ ഇനി അവനെ നോക്കണ്ടെന്ന് പറഞ്ഞിറങ്ങി. പുള്ളിനെ എപ്പോഴും നോട്ടുവിട്ട് നടന്നതാണ് ഈ മസൽമാന. അപ്പൊ അതുകൊണ്ട് അവനെ വിളിച്ചാൻ പറഞ്ഞാണ് കാര്യം. തവള വേറെ എവിടെ എത്തല്ലേ, നിങ്ങൾ ഇവിടെ ഫോൺ വിളിച്ചിട്ട് എന്ത് കാണിക്കാനാ? അല്ലെ, ഈ സജീവനെ വിളിച്ച കാര്യം എന്താന്ന് വെച്ചാൽ ഇപ്പൊ സജീവന്റെ വീട്ടില് ഒരു താമരക്കുളമൊക്കെ സെറ്റ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ ചത്ത തവളുടെ കുട്ടിക്കാലൊക്കെ ഇതിന്റെ ഉള്ളിലായിരുന്നു, താമരക്കുളത്തിലായിരുന്നു. മനസ്സിലായില്ലേ? അപ്പൊ ആ ഒരു വിഷമം അവനുണ്ടല്ലോ. ഇതെങ്ങനെയാ അവിടെ എത്തിയത്? ഇപ്പൊ വേറെ എവിടെ വെച്ചാൽ ആക്സിഡന്റ് ആയി എന്ന് പറഞ്ഞത്? അല്ല, അത് വെള്ളപ്പൊക്കം, മലവെള്ളം കയറിയപ്പോ ഒഴുകി പോയതാണ് സാധനം. അങ്ങനെ പോയതാ. അപ്പൊ ഈ തവളയുടെ ഒരു അനിയത്തി അവിടെ ഉണ്ട് ഇപ്പൊ, ഈ കുളത്തിൽ ഇപ്പോഴും ഉണ്ട്. അപ്പൊ അതിനെയൊക്കെ ഒന്ന് അറിയിക്കുക എന്നുള്ള അവനെ സൂചിപ്പിച്ചാണ്. കാരണം അതിനൊരു വിഷമം ഉണ്ടാവൂല. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം. എന്തായാലും ഈ തവളയും അതിന്റെ ബന്ധുക്കളൊക്കെ വെച്ചിട്ടുള്ളൊരു പാട്ട് ഞാൻ പാടണമെന്നാ? അല്ലല്ല, പാടുന്നുണ്ടെങ്കിൽ അതിപ്പോ വേണ്ട, അടിയന്തരത്തിന് മതി എന്ന് പറയുമായിരുന്നു. അല്ല, അടിയന്തരത്തിനുള്ള പാട്ട് ഞാൻ പിന്നെ പാടിക്കോളാം. ഇതിപ്പോ എനിക്ക് അടിയന്തരമായിട്ട് ഇവിടെ പാടണം. ഇത് ശ്രുതി പിടിച്ചതാ. തവളയല്ലേ മരിച്ചേക്കണം, അപ്പൊ തവളയുടെ സൗണ്ട് ചേർത്തിട്ട് നമ്മളല്ലല്ലോ. മരക്കുട്ടിത്തവളെ നിൻ മുത്തച്ഛനെന്തിയേടാ, അങ്ങ് പാടവരമ്പത്ത് പാമ്പിന്റെ വായേല. മരക്കുട്ടിത്തവളെ നിൻ മുത്തച്ഛനെന്തിയേടാ, അങ്ങ് പാടവരമ്പത്ത് പാമ്പിന്റെ വായേല. മുത്തശ്ശി എന്തേ ദൂരെ പൊട്ട കിണറ്റിൽ, അപ്പോ അച്ഛനും അമ്മേ പുഴക്കക്കരയുണ്ടേ. മാക്കാന്തവളയും മഞ്ഞത്തവളയും നിങ്ങളുടെ ബന്ധുവാണോ? മരക്കുട്ടിത്തവളെ നിൻ മുത്തച്ഛനെന്തിയേടാ, അങ്ങ് പാടവരമ്പത്ത് പാമ്പിന്റെ വായേല. പാടത്തുള്ള മാക്കാച്ചിക്കൂട്ടം തുള്ളിച്ചാടി പോകുന്ന നേരം വയലിൽ നിറയെ പേക്രോം നാദം. പാടത്തുള്ള മാക്കാച്ചിക്കൂട്ടം തുള്ളിച്ചാടി പോകുന്ന നേരം വയലിൽ നിറയെ പേക്രോം നാദം. മസിൽമാനവകാശവാദം പരത്തി മാനന്തവാടിയിലെ മാക്കാച്ചി മാമൻ ഏറും പിടിച്ചങ്ങ് റോഡിൻ്റെ നടുവിൽ ചിരിപ്പഞ്ഞ
പാഞ്ഞെത്തിയ ലോറിക്കടിയിലായിട്ടോ അരക്കുട്ടിത്തവളെ നിൻ മുത്തച്ഛനെന്തീടാ അങ്ങ് പാടവരമ്പത്ത് പാമ്പിന്റെ വായേല മുത്തശ്ശി എന്തേ ദൂരെ പൊട്ടക്കിണറ്റിൽ അച്ഛനും അമ്മേ പുഴക്കക്കരയുണ്ട് മാക്കാന്തവളയും മഞ്ഞത്തവളയും നിങ്ങളുടെ ബന്ധുവാണോ